നമസ്കാരം, ഞാൻ ഡോക്ടർ തസ്ലീന. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു മാസത്തേക്ക് ചായ കുടിക്കാതിരുന്നാൽ നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ്. പ്രധാനമായും ചായ പ്രേമികൾക്കാണ് ഈ വീഡിയോ. കഫീൻ്റെ സാന്നിധ്യം മാറുന്നതോടെ ശരീരം കൂടുതൽ ജലാംശം നിലനിർത്താൻ പ്രാപ്തമാകും നമ്മൾ ചായ കുടിയൊന്ന് നിർത്തിയാൽ. നമ്മുടെ നാട്ടുകാർക്ക് ചായയോടുള്ള ഇഷ്ടം അത്രമേൽ വലുതാണ്. എവിടെയും എപ്പോഴും ഒരു ചായ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും. ഇന്ത്യക്കാരുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത പാനീയം കൂടിയാണ് ചായ. രാവിലെ ഉറക്കമുണർന്നാലുടൻ ഒരു കപ്പ് ചായ കുടിച്ചാലേ പലർക്കും ശരിയായ ഉന്മേഷം ലഭിക്കൂ എന്ന അവസ്ഥയാണ്. ജോലിസ്ഥലത്തെ കടുത്ത പിരിമുറുക്കങ്ങളിൽ നിന്ന് ആശ്വാസം തേടാൻ എല്ലാവരും ആശ്രയിക്കുന്നതും ഈ ചായയെ തന്നെയാണ് ഇടവേളകളിൽ. അല്പം തലവേദനയോ അസ്വസ്ഥതയോ തോന്നിയാൽ ഒരു ചായ കുടിച്ചാൽ എല്ലാം മാറിക്കോളും എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്കുള്ള യാത്രക്കിടയിലും ചായക്കടകൾക്ക് നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രാധാന്യമുള്ളവ തന്നെയാണ്. ചുരുക്കത്തിൽ സന്തോഷത്തിലും സങ്കടത്തിലും വിശ്രമവേളകളിലും ഒരുപോലെ കൂട്ടിരിക്കുന്ന ഒരു വിശ്വസ്ത സുഹൃത്തിനെ പോലെയാണ് ഇന്ത്യക്കാർക്ക് ചായ. അമിതമായ ചായ കുടി ഈ ശീലം ആരോഗ്യത്തിന് ഗുണകരമാണോ എന്ന് ചോദിച്ചാൽ ഒട്ടും നല്ലതല്ല. മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നുമില്ലാത്തവർക്ക് ഒരു ദിവസം 1-2 കപ്പ് ചായ കുടിക്കുന്നത് കുഴപ്പമില്ല. ഇതിൻ്റെ അമിത ഉപയോഗം വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. പ്രത്യേകിച്ച് പ്രമേഹം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, അൾസർ, നെഞ്ചരിച്ചിൽ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഉള്ളവർ പാലും പഞ്ചസാരയും ചേർത്ത ചായ പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് ഉചിതം. ആരൊക്കെ എന്ത് പറഞ്ഞാലും എനിക്ക് ചായ കുടിക്കുന്നത് നിർത്താൻ കഴിയില്ല എന്ന് ശഠിക്കുന്നവരാണ് നിങ്ങളിൽ പലരും. ഈ ശീലം ഒന്ന് മാറ്റിവെച്ചാൽ ശരീരത്തിൽ പ്രകടമാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ആദ്യം അറിഞ്ഞിരിക്കണം. ചായയോടുള്ള ഈ അമിതമായ ആസക്തി ഒഴിവാക്കിയാൽ ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? കൃത്യം ഒരു മാസത്തേക്ക് നിങ്ങൾ ചായ പൂർണ്ണമായും ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ഗുണകരമായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ചായ ഒഴിവാക്കി തുടങ്ങുന്ന ആദ്യ ആഴ്ചകളിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. ചായയ്ക്ക് അടിമയായവരിൽ ക്ഷീണം, അലസത, ഉറക്കക്കുറവ്, കടുത്ത തലവേദന, കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രകടമായെന്ന് വരാം. കഫീൻ്റെ സാന്നിധ്യം നിലയ്ക്കുന്നതോടെ ശരീരം അഡിനോസിൻ എന്ന രാസവസ്തു കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഈ ക്ഷീണത്തിന് കാരണം. എന്നാൽ പരിഭ്രമിക്കേണ്ടതില്ല. ഈ അസ്വസ്ഥതകൾ ഏതാനും ദിവസങ്ങൾ മാത്രമേ നീണ്ടു നിൽക്കൂ. ചായ ഇല്ലാത്ത അവസ്ഥയുമായി ശരീരം പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ താനേ മാറാവുന്നതാണ്. രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഈ ഘട്ടത്തിൽ നിങ്ങളുടെ ഊർജ്ജനിലയും ശാരീരിക വേഗതയും സ്ഥിരതയും കൈവരിക്കാൻ ശരീരം പ്രാപ്തമായി തുടങ്ങും. തുടക്കത്തിലുണ്ടായിരുന്ന തലവേദന ക്രമേണ കുറയുകയും ശരീരം പുതിയ മാറ്റങ്ങളുമായി പൊരുത്തപ്പെടുകയും ചെയ്യും. നേരത്തെ സൂചിപ്പിച്ച അഡിനോസിൻ ഉൽപ്പാദനം നിയന്ത്രണ വിധേയമാകുന്നതോടെ ഉറക്കത്തിന്റെ ഗുണനിലവാരം ഗണ്യമായി മെച്ചപ്പെടുകയും നിങ്ങൾക്ക് കൂടുതൽ ഉന്മേഷം അനുഭവപ്പെടുകയും ചെയ്യും. 3-ാം ആഴ്ച ചായയിൽ അടങ്ങിയിരിക്കുന്ന ടാനിൻസ് എന്ന രാസവസ്തുവാണ് പലപ്പോഴും അസിഡിറ്റി, ഗ്യാസ്, നെഞ്ഞരിച്ചിൽ തുടങ്ങിയ ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത്. 3 ആഴ്ച പിന്നിടുമ്പോൾ ഇത്തരം അസ്വസ്ഥതകളിൽ നിന്ന് ശരീരം പൂർണ്ണമായും മുക്തമാകും. കൂടാതെ ചായയുടെ അമിത ഉപയോഗം തടസ്സപ്പെടുത്തിയിരുന്ന ഇരുമ്പിൻ്റെ ആഗിരണം വർദ്ധിക്കുകയും വിളർച്ച പോലുള്ള പ്രശ്നങ്ങൾ കുറയുകയും ചെയ്യും. പല്ലുകളിലെ കറയും ഇനാമലിനുണ്ടാകുന്ന കേടുപാടുകളും മാറി പല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതും ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കാനാകും. 4-ാം ആഴ്ച ഒരു മാസം തികയുന്നതോടെ ചായയുടെ സ്വാധീനം നിങ്ങളുടെ ശരീരത്തിൽ നിന്നും പൂർണ്ണമായും ഇല്ലാതാകുന്നു. കഫീൻ്റെ സാന്നിധ്യം മാറുന്നതോടെ ശരീരം കൂടുതൽ ജലാംശം നിലനിർത്താൻ പ്രാപ്തമാകും. ഇതിൻ്റെ ഫലമായി ചർമ്മം വരണ്ടു പോകുന്നത് തടയുകയും ചർമ്മത്തിന് കൂടുതൽ തിളക്കം ലഭിക്കുകയും ചെയ്യും. കൂടാതെ മൂത്രവിസർജനം സ്വാഭാവിക രീതിയിലാകുന്നതോടെ ശരീരത്തിലെ വിഷാംശങ്ങൾ, അതായത് ടോക്സിൻസ്, ഫലപ്രദമായി പുറന്തള്ളപ്പെടുകയും നിങ്ങൾ അതീവ ഉന്മേഷവാന്മാരായി മാറുകയും ചെയ്യും. ഒരു മാസത്തെ ഈ മാറ്റം പൂർത്തിയാക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ആന്തരികമായി വലിയ പുരോഗതി കൈവരിക്കുകയും കൂടുതൽ ഉന്മേഷത്തോടെയും ഏകാഗ്രതയോടെയും പ്രവർത്തിക്കാൻ സജ്ജമാവുകയും ചെയ്യും. ഉത്കണ്ഠ, ഭയം എന്നിവയ്ക്ക് കാരണമാകുന്ന സമ്മർദ്ദ ഹോർമോണുകൾ, അതായത് സ്ട്രെസ് ഹോർമോൺസിൻ്റെ അളവ് കുറയുന്നതിനാൽ മാനസികമായ വലിയ സമാധാനവും സന്തോഷവും നിങ്ങൾക്ക് അനുഭവപ്പെടും. ശരീരത്തിലെ കഫീൻ്റെ സാന്നിധ്യം പൂർണ്ണമായി മാറുന്നതോടെ ഉറക്കം കൂടുതൽ ആഴമുള്ളതും സമാധാനപരമാവുകയും ചെയ്യും. കൂടാതെ കോശങ്ങളെ നശിപ്പിക്കുന്ന ഫ്രീ റാഡിക്കലുടെ അളവ് കുറയുന്നതും ദഹനപ്രക്രിയ സുഗമമാക്കാനും ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താനും ഈ ശീലം നിങ്ങളെ സഹായിക്കും.
ചായ കുടിച്ചില്ലെങ്കിൽ എൻ്റെ ദിവസം തുടങ്ങില്ല എന്ന് പറയുന്ന അത്രമേൽ ചായയ്ക്ക് അടിമപ്പെട്ടവർക്ക് പരീക്ഷിക്കാവുന്ന മികച്ച ചില പകരക്കാരുണ്ട്. പാലും പഞ്ചസാരയും ചേർത്ത് ചായ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹെർബൽ ടീ, ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസ് അല്ലെങ്കിൽ വെറും ചൂടുവെള്ളം എന്നിവ ശീലമാക്കാം. കഫീൻ ഒട്ടുമില്ലാത്ത പുതിന തുടങ്ങിയ ഹെർബൽ ടീകൾ ശരീരത്തിന് ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നത് കൂടിയാണ്. രുചി കൂട്ടാനായി ഒരൽപ്പം തേൻ കൂടി ചേർക്കാവുന്നതാണ്. സാധാരണ ചായ നൽകുന്നത് പോലെ തന്നെ മനസ്സിനും ശരീരത്തിനും സുഖകരമായ അനുഭവം നൽകാൻ ഇത്തരം ആരോഗ്യകരമായ പാനീയങ്ങൾക്കും സാധിക്കും.